ഇണ്ടത്തെ കാല ചൊല്ലത് നമുക്ക് പിടിയുള്ളത് പോലമേ ഇത്തനങ്ങ വ്യാപകമായിട്ടുള്ള കങ്കത്തെ ഒരു കാലയിട്ടിക്കർ ആൽമാർ ദീനല്ലിട്ട് ദൂരെ പോയിട്ടുള്ള കങ്കത്തെ ഒരു കാലത്തിലേറ്റിക്കർ ഞങ്ങൾ ജീവനാക്കിയിട്ടുള്ളത്. ഇങ്ങനത്തെ സന്ദർഭത്തിൽ ഏതൊരു ഇബാദത്ത് ഞങ്ങൾ എടുക്കുമെങ്കിലും അതുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഇമ്മ പ്രതിഫലമായിട്ടിക്കർ ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നതുപോലെ ഇബാദത്തു ഫിൽ ഹറജി കഹിജ്റത്തിൻ ഇലയ്യ ഫിത്നത്തെ സന്ദർഭത്തിൽ ഒരുത്ത ഇബാദത്ത് എടുക്കാണ്ടായെങ്കിൽ അവനുകു നണ്ടടക്ക് ഹിജ്റ ബന്ന കങ്കത്തെ പ്രതിഫല ഉണ്ടുണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയാത്തിലിരിക്കുമ്പോൾ മക്കത്തിൽ നിന്നിട്ട് മദീനത്തുക്ക് ഹിജ്റ പോയിട്ടിനാർ. അതേപോലെ ಬೇರೆ ಬೇರೆ ರಾಯത്തിൽ ನಿಂತು ഹിജ്റ പോയിട്ടിനാർ. ಅಂಕೆಂದ್ರ ಪ್ರತಿಫಲಿನ್ನೆ ಆ ಪ್ರತಿಫಲ ഫിത്നത്തെ സന്ദർഭത്തിൽ ഇബാദത്ത് എടുക്കുന്ന ആൾമാർക്ക് കിട്ടുന്നുണ്ടായിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി ചൊല്ലു ഫിത്നത്തെ സന്ദർഭത്തിൽ ആൾമാർ ഇബാദത്തിൽ നിന്നിട്ട് യാരെന്താക്കാറ് ദൂരയിക്കാറ് ശ്രദ്ധയിലിക്കാറ്. അതുകൊണ്ട് ഇരിക്കുന്ന ആ ടൈമിൽ ഇബാദത്ത് എടുக்கிறஎனக்கு ചെമ്മ പ്രതിഫലം ഉള്ളത് എപ്പോഴും അങ്ങനെ ഇരിക്കുന്ന ആൾമാർ അശ്രദ്ധയിലിക്കുമ്പോൾ ഇബാദത്ത് എടുത്തിട്ടായെങ്കിൽ ಅದಕ್ಕೆ ಯಾರ ಪ್ರತಿಫಲ ಇಟ್ಟಿಗೆ ಅಲ್ಲಾಹು ನಮಗೆ ತಂದಿದೆ. അപ്പോൾ ഞങ്ങൾ ഇൽമു പഠിക്കുന്നത് ചൊല്ലത് ಇದಕ್ಕೆ മുന്നത്തെ ക്ലാസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫർലായ കാര്യത്തിൽ പിന്നെ ചെമ്മ ശ്രേഷ്ഠമായ കാര്യം ഇരിക്കും പ്രതിഫലമുള്ള കങ്കത്തെ കാര്യം അത് ഇബാദത്തായിട്ട് ഇൽമു പഠിக்கிறതായിട്ട് ചൊല്ലു. അപ്പോൾ ആൾമാർ ഇങ്ങനത്തെ എൽമുടെ മജ്ലിസിൽ പണ്ട് ചെമ്മ കൊറോടി ഇട്ടിക്കുന്നതിരെ ദീൻ പഠിക്കുകയായിട്ട് പണ്ടേ ചൊല്ലത്. അപ്പൊ ഇങ്ങനത്തെ ടൈമിൽ ആൾമാരിൽ വേറെ വേറെ കാര്യത്തിൽ ബിസി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ടൈമിൽ ഞങ്ങൾ ഇൽമു പഠിക്കുക ബണ്ടാണ്ടെങ്കിൽ ಅದಕ್ಕೆ വലിയ പ്രതിഫലം എന്താക്കുക അള്ളാഹു നമുക്ക് തണ്ട്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചിട്ടും വലിയ പ്രതിഫലം ഇട്ടിക്കുന്നതിരെ ഞങ്ങൾക്ക് കിട്ടുക പോണ്ടത്. അപ്പൊ ഞങ്ങള് നീയത്ത് എന്താക്കുന്നുങ്ങ നീയത്ത് ശരിയാക്കിയിട്ട് വേണം. നീയത്തിനങ്ങ നല്ല നീയത്തിൽ പഠിക്കൊണ്ട് വലിയ പ്രതിഫലം ഇട്ടിക്കുക അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് റഘു പോണ്ടത്. ഒരു സംശയമേ ഇല്ല, ഈ ഉമ്മത്തില് ഹൈറ് ചൊല്ലത് അത് ദീൻ പഠിക്കുന്നതിലും അതേപോലെ അതിൽ അമലാക്കുന്നതിലും ആയിരിക്കുള്ളത്. നിങ്ങൾ ദീൻ പഠിച്ചുകൊണ്ടുള്ളാറുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളെ ഹൈറ് ഉദ്ദേശിച്ചിട്ടായിരിക്കും അതിന്റെ അർത്ഥം. അതൊക്കെ നിങ്ങൾ എന്താക്കണം, അള്ളാഹു ശുക്റാക്കണം.